നയം നടപ്പാവുമല്ലോ. നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ? കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം. അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇഷ്ടമില്ലാത്തതിൽ പഠിക്കണ്ട. ഞാൻ BJP നേതാവിനോട് പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഈ കേരളത്തിൽ നടപ്പാവാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ കാലോചിതമായിട്ടുള്ള കാലഘട്ടത്തെ അനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കുമെന്ത്. എന്ത് കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നടപ്പാക്കുന്നത്? നിങ്ങൾ സിലബസിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചാണകത്തിൽ നിന്ന് മറ്റേ പ്ലൂട്ടോണിയം വേർതിരിക്കും എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ട് കൊറോണയെ നിയന്ത്രിക്കും എന്നുള്ളതാണോ? വിദ്യാഭ്യാസ പദ്ധതിയിൽ നടപ്പാക്കാൻ വേണ്ടി നോക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ഇവിടെ നടപ്പാക്കില്ല. ഞങ്ങൾ ഇതിന് തെളിവുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അഡീഷണൽ ആയിട്ട് NCERT സിലബസിനകത്ത് അവർ വെട്ടിയ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടിച്ചേർത്തല്ലോ. ഇപ്പൊ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ കുട്ടികൾ അത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഗാന്ധി വധം RSS കാലാനുസൃതമായി വെട്ടിമാറ്റിയല്ലോ. ഗാന്ധി വധത്തിന്റെ ചരിത്രം അതും കാലാനുസൃതമായിട്ടാണല്ലോ അവർ വെട്ടുന്നത്. അങ്ങനെ കാലാനുസൃതമായി വെട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പാവില്ല. ഗാന്ധി വധം, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, RSSന്റെ പങ്ക് എല്ലാം സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കും. അത് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം കാര്യത്തിൽ RSSുമായിട്ട് പരസ്യമായ ഏറ്റുമുട്ടലുണ്ടായി ഞാൻ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. ഈ ശിവൻകുട്ടി തന്നെ ഗവർണറുടെ ഭവനത്തിൽ വെച്ച്, രാജ്ഭവനിൽ വെച്ചിട്ട് എത്ര ശക്തമായി, എത്ര ധീരമായിട്ടാണ് ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് അവർ ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് അതിനെയെല്ലാം നിഷേധിക്കാൻ അതത് സമയത്ത് ഒരു മിനിറ്റ് പോലും വൈകാതെ പ്രതികരിക്കാനുള്ള ശേഷി, അതിന് ധൈര്യം പ്രകടിപ്പിച്ചവർ തന്നെയാണ് ഞങ്ങൾ.